ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇവിടെ നനച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ കിളച്ചൊക്കെ ഇട്ട് ഒന്ന് ഉണങ്ങിയതായിരുന്നു. സ്പ്രിങ്ക്ലറൊക്കെ സെറ്റ് ചെയ്ത് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി നനച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവിടെ ചോളം നടാനായിട്ട് പോകാൻ കേട്ടോ, ഏറ്റവും താഴെ സൈഡിലായിട്ടേ. പിന്നെ പണിക്ക് ആളൊക്കെ ഉണ്ട്. ഇപ്പോൾ 2-3 പേര് സ്ഥിരമുണ്ട് കേട്ടോ. നമ്മുടെ പാക്കിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ആയിട്ട് സ്ഥിരം ആളുണ്ട് വീട്ടിൽ പണിക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ പറമ്പിലും ചെയ്യുന്നുണ്ട്. നമ്മൾ ചോളത്തിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കാടും കൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടാൻ ഇത്തിരി വൈകിയപ്പോൾ വെള്ളത്തിൻ്റെ ഒന്ന് റെഡിയാകാൻ വൈകിയപ്പോഴത്തേക്ക് ഒന്നുകൂടെ കാട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചെത്തി ഇട്ടേക്കും. അപ്പോൾ അതൊന്ന് വരണ്ടി കളയുവാണ് രാവിലെ തന്നെ. ആദ്യമേ നമുക്കൊന്ന് വരണ്ടി കളയാം. വരണ്ടിയിട്ട് ഇവിടെ ചോളം ഇടാം കേട്ടോ. ഈ താഴെ സൈഡ് ഫുള്ള് ചോളം ഇടാനായിട്ട് പോവുകയാണ്. നനച്ച് മണ്ണ് പാകത്തിന് ഒരു കുതിർന്ന് കിടക്കുക. അപ്പോൾ നമുക്കൊന്ന് വരണ്ടി കളഞ്ഞ് ഓരോ കൊത്ത് കൊടുത്തിട്ട് നമുക്ക് ചോളം കിട്ടാൽ മതി. ചാണകപ്പൊടി കാര്യങ്ങളൊന്നും ഇപ്പം ഇടുന്നില്ല. ഒരു ചോളം ഒന്ന് വളർന്ന് കയറിയിട്ട് ഇട്ടാൽ മതി എന്നാണ് കേട്ടോ. ഇതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ പറഞ്ഞേക്കുന്നത് സാധാരണ നമ്മൾ ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുക്കലുണ്ടായിരുന്നു. ഇപ്പം ഇടണ്ട, ഒന്ന് വളർന്ന് കയറിയിട്ട് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ഇന്ന് വരണ്ടിയിട്ട് നമ്മളിവിടെ ചോളം ഇടാം. മൂണിയേട്ടനുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഒരാൾ കുഴിയെടുക്കും, ഒരാൾ ചോള വിത്ത് ഇട്ട് മണ്ണും കൂടെ ഒന്ന് മൂടി കൊടുക്കും. ഇനി നമുക്ക് ഇന്നാകുമ്പോൾ കുഞ്ഞിന് സ്കൂളൊന്നുമില്ല. അപ്പോൾ രാവിലെ അങ്ങനെ ഇറങ്ങിയതാണ്, ലീവാണ്. അപ്പോൾ കുറേ തിരക്കാട്ടോ, ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ടേ. നമ്മൾ നാരങ്ങ അച്ചാറിട്ടു, വടുകപ്പുളി നാരങ്ങ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. അത് കുപ്പിയിലൊക്കെ ആക്കി. അപ്പോൾ അതൊന്ന് ആവണമെങ്കിൽ ഒരു ഇച്ചിരി സമയം കൂടെ എടുക്കും കേട്ടോ. അച്ചാർ ഇട്ട എണ്ണത്തിന് ആരെങ്കിലും ഒന്നും പിടിക്കത്തില്ലല്ലോ. ഇത് ചോള വിത്ത് വാങ്ങിയതാണേ. നമ്മളിതിന് മുന്നേ ഇട്ടത് വാങ്ങിയ വിത്തായിരുന്നു. നമ്മുടെ ഇവിടെയുള്ള വിത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കേടുവരും. ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ മുക്കി വെച്ചതാണ്. അതിൻ്റെ കളർ കണ്ടോ. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും കുത്തി പോകത്തുമില്ല, മുളയ്ക്കും. നമ്മുടെ ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോളം വളരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. മുളയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട്, വളരാനല്ല, മുളയ്ക്കാൻ ബുദ്ധിമുട്ട്, മുളയ്ക്കത്തില്ല. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. നനച്ച് നല്ല മണ്ണൊക്കെ കുതിർന്നിരിക്കുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്തിട്ടു. വിത്ത് ഇട്ട് കഴിഞ്ഞിട്ട് സ്പ്രിങ്ക്ലർ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. മണ്ണ് നനവുണ്ട്, ചെറിയൊരു നനവുണ്ട്. പിന്നെ നമുക്ക് സ്പ്രിങ്ക്ലർ ഒരു 5 നിരയായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇട്ടാൽ മുകളിൽ ഫുള്ള് നനയും. നമുക്കിന്ന് വിത്ത് പാകാനുണ്ട്, കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിയേക്കുന്നത്, അത് പാകാനുണ്ട്. പിന്നെ ഈ ചോളം ബാക്കിയുള്ള കുറച്ച് സ്ഥലത്തിടാനുണ്ട്, അവിടെ ചെത്താനുണ്ട്. ചെത്തിയിട്ട് വരണ്ടി വൃത്തിയാക്കിയിട്ട് വേണം അവിടേക്ക് ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ നനച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ചെരുപ്പിൻ്റെ അടിയിൽ മണ്ണ് ഒട്ടി നിൽക്കുക. അപ്പോൾ ഇനി അവർ വന്നു കഴിഞ്ഞാൽ, വലിയമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും, അത് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കുമേ മണ്ണ് പൊട്ടിയിട്ട്. അപ്പോൾ നമ്മളതുകൊണ്ട് സ്പ്രിങ്ക്ലർ ഇടുന്നില്ല. ഇനി വൈകുന്നേരം വന്നിട്ട് സ്പ്രിങ്ക്ലർ ഇടാം. അപ്പോഴത്തേക്കെല്ലാം നനച്ച് എല്ലാം റെഡിയാക്കി വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കൊണ്ടുവന്ന് സ്പ്രിങ്ക്ലറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം നനച്ച് ഇടാം. ഇത് ചെറിയ രീതിയിൽ വെള്ളം വീഴത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ നേരം മണ്ണൊക്കെ നന്നായിട്ട് നനയണമെങ്കിൽ കുറേ നേരം ഇടണം. അപ്പോൾ വേറെ പച്ചക്കറിക്കൊക്കെ ഈ സ്പ്രിങ്ക്ലർ നല്ലതാണ് ഇങ്ങനെ ഇടുന്നത്. ഈ താഴ്ഭാഗത്തായിട്ട് തന്നെയാണ് വിത്ത് പാകാനായിട്ട് പോകുന്നത്. മുകളിൽ കുറച്ചുകൂടെ വെയിൽ കൂടുതലായിരിക്കും. ഇവിടെ വിത്ത് പാകിയിട്ട് ഈ ഗ്രീൻ നെറ്റ് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കണം. ആ വിത്തിന് ഒരുപാട് വെയിലടിക്കാത്ത പോലെ ഗ്രീൻ നെറ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള കുറേ പണികളുണ്ട് ഇനി പറമ്പിൽ. നമുക്ക് വീട്ടിലും ഒരുപാട് പണികളുണ്ട്. മുളക് അങ്ങനത്തെയൊക്കെ കഴുകിയിടുക, അങ്ങനത്തെ ഓരോ നമ്മുടെ അച്ചാറിൻ്റെ കാര്യങ്ങൾക്കുള്ളതും പാക്കിങ്ങിൻ്റെ കാര്യങ്ങളും അതും ഇത് ചാമ കൊണ്ടുവന്നാൽ ചാമയൊക്കെ പാറ്റിപ്പറിക്കുക, വൃത്തിയാക്കുക, റാഗി കൊണ്ടുവന്നാൽ റാഗി പാറ്റിപ്പറിക്കുക, മുളേരി, ഇതിങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഫുൾ തിരക്കാണ് ഇപ്പോൾ. പക്ഷെ നമ്മളത് കറക്റ്റായിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്യാനും വൃത്തിയാക്കാനും അതിന് കുറേ സമയങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഈ കൊറിയർ അയക്കാനായിട്ടുള്ള പാക്കിങ് നല്ല ബുദ്ധിമുട്ടാട്ടോ നമുക്ക്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. രാവിലെ ഇവിടെ അടിപൊളിയാട്ടോ. ഞാൻ മിണ്ടാതിരുന്ന ചിലപ്പോൾ കേൾക്കുമായിരിക്കും കിളികളുടെ സൗണ്ട്. ചുറ്റും കിളികളുണ്ട്, കിളികളുടെ സൗണ്ടും. പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളേ. മുകളിൽ നിന്ന് ഇപ്പോൾ ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലാവും.
കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു 10-12 മണിയാകുമ്പോൾ നല്ല വെയിലായിരിക്കും കേട്ടോ ഇവിടെ. പക്ഷേ പണിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. രാവിലെ സമയം വൈകുന്നേരം സമയമാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഉച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. വേറെ മരങ്ങളോ ഷെയ്ഡൊന്നും ഇല്ലല്ലോ. നമ്മൾ മൊത്തത്തിൽ പച്ചക്കറി നടാനായിട്ട് ഇത് ഫുള്ള് മരവും ഉണ്ടായിരുന്ന ചോലയൊക്കെ മുറിച്ചെല്ലാം റെഡിയാക്കി വെച്ചേക്കുമല്ലേ. നല്ല വെയിലും കിട്ടും ഇവിടെ. പിന്നെ പോട്ടതായിട്ട് പോട്ടെ. കഴിക്കാനായിട്ടേ ഇഡലി ആട്ടോ ഉണ്ടാക്കുന്നേ. മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. കറിയായിട്ട് സാമ്പാർ അമ്മ വെച്ചിട്ടുമുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് മാവ്. ഉഴുന്നിട്ടപ്പോൾ കുറച്ച് അധികമായി. അപ്പോൾ അരച്ചപ്പോൾ ഇന്നലെ തന്നെ കുറച്ച് ഉഴുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് ഇന്ന് ഉഴുന്ന് വട ഉണ്ടാക്കാം. നല്ല പൊങ്ങി കേട്ടോ മാവ്. ഇപ്പം രാവിലെ കഴിക്കാൻ സാമ്പാർ ഇഡലി. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും സാമ്പാറും ഇഡലിയൊക്കെ ഇഷ്ടമാണ്. ഋഷിക്കൊണ്ട് എന്തെങ്കിലും നല്ല കറി ഉണ്ടെങ്കിൽ സന്തോഷം. പച്ചക്കറിയൊക്കെ അങ്ങനത്തെ കറികളൊക്കെ ആണെങ്കിൽ തനിക്കുഞ്ഞും കഴിക്കും, ഋഷിക്കുഞ്ഞും കഴിക്കും കേട്ടോ. വെള്ളം തിളച്ചേ വെക്കട്ടെ. മാവ് പരന്നു. ഒഴിച്ചപ്പോൾ പൊങ്ങി നിന്നായിരുന്നു. ഇത് കഴിയുമ്പോഴത്തേക്ക് പരന്നു. നല്ല പതഞ്ഞിരിക്കുന്ന പോലെ ഇരുന്നായിരുന്നേ. പക്ഷെ അത് ഒഴിക്കുമ്പോൾ അങ്ങനെ ഇരുന്നു. അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് പരന്നു. മുറിച്ചെടുക്കുക, കുഴപ്പമില്ല. ഒരുപാടില്ല, എന്നാലും ഒരു 10 മിനിറ്റ് കൊണ്ട് ഇഡലി ആവും കേട്ടോ. സാമ്പാറും ആയേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചായയും കൂടെ വെക്കുമ്പോഴത്തേക്ക് ഇഡലിയും വേവും. അപ്പോൾ ചായയും പിന്നെ കഴിക്കാം കേട്ടോ. കഴിക്കുവാണേ ഇഡലി സാമ്പാറും. കുഞ്ഞിന് വേണോ? അമ്മ തരാം. കുഞ്ഞ് കഴിക്കാൻ കൊടുത്തായിരുന്നേ. ഞാൻ കുറേ നാളായിട്ട് നല്ലൊരു പ്ലേറ്റ് നോക്കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ വലിയ പ്ലേറ്റ് ആയിരുന്നു, വെയിറ്റ് കുറഞ്ഞൊരു ചെറിയ പ്ലേറ്റ് അത് ഇടയ്ക്ക് വാങ്ങിയതാണ്. എനിക്ക് വെയിറ്റ് കുറഞ്ഞ പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നാൾ നമുക്ക് എടുത്തു വെക്കാനൊന്നും പറ്റത്തില്ല, ചിലപ്പോൾ പൊട്ടിപ്പോവും. പക്ഷെ നമുക്ക് എപ്പോഴും ഡെയിലി യൂസിനാണ് നല്ലത്. കുഞ്ഞാ എരിവുണ്ടോ? ഇല്ലല്ലോ. എരിവൊന്നും കുഴപ്പമില്ല കേട്ടോ, കഴിച്ചോളൂ. ഒരുപാട് എരിവില്ലാതിരുന്നാൽ മതി. കഴിക്കട്ടെ. ഞങ്ങൾ ഒന്നുകൂടെ മുകളിലോട്ട് കയറി വന്നേ. കുറച്ച് വിത്തും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ്. വേലി സൈഡിൽ നമുക്ക് പയർ വിത്തൊക്കെ ഇടാനുണ്ട് വേലിയുടെ സൈഡിൽ കൂടെ. അപ്പോൾ പയർ വിത്തും പിന്നെ കുറച്ച് വേറെ വിത്തുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെല്ലുമ്മയൊക്കെ പണിക്കുണ്ട് കേട്ടോ. എന്തോ അച്ഛ കുഴിക്കും, കുഞ്ഞ് വിത്തിടണം. തണുപ്പനെയും കൂട്ടിയിട്ടുണ്ടെന്ന് വിത്തിടാനായിട്ട്. നടന്നോ? അല്ലേ. ഇപ്പം നമ്മളിടുന്ന പയറേ ഒരു സ്ഥലത്ത് ഒരേ സൈസ് പയർ തന്നെയായിട്ട് ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയറാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്ന പയറും ഇടുന്നുണ്ട്. വേറൊരു സൈസ് അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പയറും കൂടി ഇടുന്നുണ്ട്. ഇട്ടു കുഞ്ഞാ. തനിക്കുഞ്ഞാട്ടോ എല്ലാത്തിലും വിത്തിടുന്നത്. മണ്ണ് കൂട്ടാൻ ഞാൻ വിത്തെന്നാ. ഇത് ഈ ഒരു നീളൻ വഴുതനങ്ങയുടെ വിത്താണ്. വഴുതനങ്ങ. ഓ കളിച്ചോ വഴുതനങ്ങയുടെ വിത്താണ്. അതൊരു സൈഡിലായിട്ട് പാകുക. അത്രേ ഉള്ളൂ. 30 രൂപയ്ക്ക് വിത്ത് വാങ്ങിയിട്ടേ 9 വിത്തേ ഉള്ളൂ കേട്ടോ. ക്യാബേജിന്റെ വിത്ത് 30 രൂപയ്ക്ക്. അത് ഏത് ബ്രാൻഡിന്റെയാ? ഷുമാഷി. എന്നാലും ഒരു 9 വിത്ത് എന്ന് പറയുമ്പോഴേ 30 രൂപയ്ക്ക് 9 വിത്ത്. അത് ഇച്ചിരി ഇല്ലാത്ത കടുക് പോലത്തെ വിത്ത്. ഇച്ചിരി വലുതാണേ പോലും. നമ്മൾ ആ സൈഡ് ക്യാബേജും അതുപോലെ തന്നെ വഴുതനങ്ങ ഇട്ടു. ഈ സൈഡ് ചുവന്ന ചീരയുടെ വിത്തായിട്ട് ഇടാൻ പോകുന്നത്. ചീര വിത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും ചേച്ചി. എറിയട്ടെ?
വിത്തിട്ടൊന്ന് മണ്ണും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, വിത്തൊക്കെ ഒന്ന് അടിയിലൊക്കെ പോകാനായിട്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം താഴെ ഇട്ടിട്ട് ഉറുമ്പ് കുറേ പെറുക്കിയിട്ട് പോയായിരുന്നു. നമുക്കിനി ചോറിനായിട്ടുള്ള കറിയും തോരനും വെക്കണേ. അപ്പോൾ ചെറുപയർ വെള്ളത്തിലിട്ട് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് കുതിർത്തി നമ്മുടെ മുളപ്പിക്കുന്ന പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തോരനും രസവും വെക്കാം കേട്ടോ. പിന്നെ കുറച്ച് മീൻ വറുത്തതുണ്ടേ. രസം വെക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ആദ്യം ഒന്ന് കായം ചൂടാക്കി എടുക്കട്ടെ. നമ്മുടെ ഇവിടെ പൊടിക്കായം വാങ്ങലില്ല കേട്ടോ, കട്ടക്കായം തന്നെ വാങ്ങൽ. അതാകുമ്പോൾ കുറച്ചിട്ടാൽ മതി. മറ്റേതാകുമ്പോൾ ഇതുവരെ വാങ്ങിയിട്ടുമില്ല, അത് കുറേ ഇടേണ്ട പോലെ തോന്നാറുണ്ട്. നമുക്ക് എപ്പോഴും കട്ടക്കായ വാങ്ങൽ. കടുക് വറുത്ത് നമ്മൾ പെടുന്നത് ഇത് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, പിന്നെ ചുവന്നുള്ളി, ജീരകം, ഇതെല്ലാം കൂടി ചതച്ചതാട്ടോ തിളക്കുന്നത്. നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവയും കായവും കടുകും കൂടെ അച്ചാറിന് വേണ്ടി നമ്മൾ പൊടിച്ച് വെക്കില്ലേ, ആ പൊടി കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി അത്രയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തക്കാളിയും കൂടെ ഒഴിക്കുവാണ്. നന്നായി ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ കടുക്, ഉലുവയും കൂടെ എപ്പോഴും ചതച്ച് വെക്കും കേട്ടോ. അച്ചാറിലൊക്കെ ഇടാൻ പറ്റും, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ചതച്ച് വെച്ച തക്കാളിയും കൂടി ഇതിലോട്ടിട്ട് തക്കാളി നന്നായിട്ട് വേവട്ടെ. കായം പൊടിച്ചെടുക്കുവാണേ. തണുപ്പൻ ആത്തയ്ക്ക കഴിക്കുക. ഒരുപാട് പേര് ആത്തയ്ക്ക ചോദിച്ചായിരുന്നു കേട്ടോ, തരാനുണ്ടോ, ആത്തയ്ക്ക ഇപ്പോൾ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ആത്തയ്ക്ക എന്ന് പറഞ്ഞാൽ നല്ല മൂത്ത ആത്തയ്ക്ക നമ്മൾ പറിച്ചെടുക്കുന്നത്. ഈ സാധനം നമ്മൾ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് അയക്കുമ്പോൾ തന്നെ അത് പഴുത്ത് ചമ്മന്തി ആയിപ്പോൾ അങ്ങനെ ആത്തയ്ക്ക കടകളിലൊന്നും ഇല്ലാത്തത് എനിക്ക് തോന്നണേ. ഈ ഇതേപോലെ സാധനം പഴുത്ത് കഴിഞ്ഞാൽ വേഗം അത് അളിഞ്ഞു പോവുമല്ലോ, അതുകൊണ്ടായിരിക്കണം ഇതൊന്നും കടകളിൽ ഇപ്പോഴും കിട്ടാത്തത്. നമുക്കങ്ങനെ അയക്കാൻ ഒരുപാടൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് ചോദിക്കണവർക്ക് പോലും കൊടുക്കാനായിട്ട് ആത്തയ്ക്ക അയക്കാനും പറ്റില്ലല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതൊരു പഴുത്ത ആത്തയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് കഴിക്കുക. നല്ലതാണോ? നീ ചോറ് കഴിക്കുക. അത് കഴിച്ചപ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കുകയാണേ, കുറച്ചധികം രസം വെക്കാനായിട്ടാണ്. പണിക്ക് ആളുമുണ്ട്, നമുക്കിപ്പോൾ 2-3 പേര് എന്ന സ്ഥിരമുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചധികം കറി വെക്കണം. പുളിവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചേക്കുന്നത്. ആവശ്യത്തിനുള്ള കായവും ഉപ്പും ഒക്കെ ഇട്ടു കേട്ടോ. ഒരു പാത്രം എടുത്ത് മാറ്റി വെക്കട്ടെ, പൊടിപ്പാത്രങ്ങൾ. തിളച്ച് കഴിഞ്ഞാൽ രസം റെഡിയായേ. നമുക്ക് ഞാൻ ചെറുപയർ വേവിച്ചിട്ടുണ്ട്, അപ്പോൾ അതും ഒന്ന് കടുക് വറുത്തെടുക്കാം. രസമായിട്ടുണ്ട്, ഇന്നെല്ലാം അരച്ചെടുത്തേക്കുന്നുണ്ട്. കുറച്ച് കുറുകിയ രസമാണ് കേട്ടോ. തിളച്ചിട്ടുണ്ട്, ഇനി ഇറക്കാനായിട്ട് പോവാം. ഇറക്കിയിട്ട് നമുക്ക് ഈ ചട്ടി തന്നെ തോരനും കൂടെ വെക്കാം. പയർ തോരൻ വെക്കാനായിട്ട് കടുക് വറക്കുക കേട്ടോ. ഒരുപാട് വേവിച്ചിട്ടില്ലേ, വേവിച്ചൊന്ന് കുഴഞ്ഞു പോയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്നാമത് മുളപ്പിച്ച പയറും കൂടിയല്ലേ, ഇച്ചിരി വെള്ളമുണ്ട്. വെള്ളം വറ്റുന്ന വരെ ഒന്ന് മാത്രം വെക്കുന്നുണ്ട്, എന്നാലും വെന്ത് കുഴഞ്ഞു പോകത്തില്ല കേട്ടോ. ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇടുന്നുണ്ട് ഇതിലേക്ക്. തോരനും ആയിട്ടുണ്ടേ, കഴിക്കാൻ പോവാം. തോരനെടുത്തു, പിന്നെ മത്തി വറുത്തുണ്ടായിരുന്നു കേട്ടോ, അതും എടുത്തു. കുറച്ച് ഉണക്ക മുന്തിരി അച്ചാർ അമ്മ ഇട്ടതാണേ, അതും എടുത്തിട്ടുണ്ട്. റേഷൻ അരിയും രസം
ചോറ് നല്ല രസവും കൂടി റേഷൻ അരി രസവും കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. ഉണക്കമുന്തിരിയിൽ പിടിച്ചു വരുന്നേ ഉള്ളേ, ഇട്ട് അന്ന് തന്നെ പോയി എടുത്തിട്ട് വന്നാൽ. ഒന്നും പിടിച്ചിട്ടില്ല, 2 ദിവസം കൂടെ ഒക്കെ ഇരിക്കണം. അപ്പോൾ കൊണ്ടുവന്നിട്ട് 2 ദിവസം ആയിട്ടുള്ളേ. കഴിക്കട്ടെ. പിള്ളേർ രണ്ടുപേരും ഉറങ്ങി കേട്ടോ. കുഞ്ഞ് ആത്തക്കയും കഴിച്ചു, ഋഷിക്കുട്ടിനും ആത്തക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കിടന്നുറങ്ങി. എഴുന്നേറ്റ് വന്നിട്ട് വേണം ചോറൊക്കെ കൊടുക്കാനായിട്ട്. അമ്മയും വല്യമ്മ ഇപ്പം മുറ്റത്തിന് താഴെ കുറച്ച് പണിയുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരത് കാപ്പിക്കുരു കുറച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ കാപ്പിക്കുരു കളിച്ചിട്ട് വന്നിട്ട് കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞേ. നമുക്ക് പോയിട്ട് കുറച്ച് ചേമ്പൊക്കെ അവിടെ ഉണ്ട്, കുറച്ച് പറിച്ചെടുക്കണം. ചേമ്പ്, പിന്നെ കൂവ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടേ, നമുക്കൊന്ന് പറിക്കണം. ഇവിടെ കുറച്ച് ചേമ്പും ഈ കാച്ചിലും അതുപോലെ തന്നെ കൂവയും അങ്ങനെ കുറേ സാധനങ്ങൾ നിൽപ്പുണ്ടേ. അപ്പോൾ കുറേ ചേമ്പ് പറിച്ചു, ഇനി കുറേ പറിക്കാനുണ്ട്, കൂവ പറിക്കാനുണ്ട്. അപ്പോൾ കാച്ചിൽ താഴെ നിൽക്കുന്നപ്പോൾ അമ്മയും ഒക്കെ പറിച്ചുകൊണ്ടിരിക്കുവാണേ. ഇത് നേരത്തെ പറിച്ചിട്ടേക്കുന്നതാണ്. ഇനിയും കുറേ പറിക്കാനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വൃത്തിയാക്കുവാണ് ഇവിടുത്തെ വീട്ടിന് താഴെയുള്ള സ്ഥലം. ഇത് കാച്ചിൽ നീലക്കാച്ചിലായിരുന്നു കേട്ടോ. അന്ന് നമ്മളോട് പറിച്ചിട്ട് ബാലൻസ് വെച്ചിരുന്നത്. എപ്പോഴാണ് പറിച്ചെടുക്കുന്നത്? നല്ല കാച്ചിൽ, നല്ല കളറുള്ള കാച്ചിൽ. അപ്പോൾ അത് ഫുള്ള് മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ കൂവയുണ്ടേ ഇടയിൽ. ഇല്ല, കിഴങ്ങില്ല, ഒരു കിഴങ്ങേ ഉള്ളൂ. കാച്ചിലും കൂവയും മാങ്ങായിഞ്ചിയും എന്തൊക്കെയോ കുറേ സാധനങ്ങളാട്ടോ. കൂവ പണ്ട് പച്ചക്ക കഴിക്കുമായിരുന്നു. അതെ, നീലക്കാച്ചിൽ പണ്ടൊക്കെ കിടന്ന വിത്തുകളാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. ഇപ്പം മൊത്തം കിളച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോ വിത്ത് വെച്ച് കിട്ടുന്നുണ്ട്. ഒരുപാട് വലുപ്പമൊന്നുമില്ല. ഇപ്പോൾ കിട്ടിയ 2 വിത്തും കുഞ്ഞു വിത്തുകളാണ്. ഇതും വലിയ വലുപ്പമില്ലെന്ന് തോന്നുന്നു. ഇത് ഇത്ര വലിപ്പമുള്ളൂ കേട്ടോ. അതിൽ 2 കിഴങ്ങ് കിട്ടി, 2 കുഞ്ഞു കിഴങ്ങുകളാണ്. ഇതൊക്കെ നമുക്ക് വിത്തിന് വെക്കാം. ഇതൊരു സൈസ് പാഷൻ ഫ്രൂട്ടാണ്. ഈ ഊട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു മഞ്ഞ കളർ പാഷൻ ഫ്രൂട്ട്. ഈ മണമൊന്നും ഉണ്ടാവില്ല, ഒരു മഞ്ഞ കളറിൽ വേറൊരു ടേസ്റ്റ്. ഒരു പാഷൻ ഫ്രൂട്ട് വിത്ത് പാകിയതായിരുന്നു. അപ്പോൾ 2-3 ചെടി മുളച്ചിട്ടുണ്ട്. ഒന്ന് വാടി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എടുത്ത് കുഴിച്ച് വെക്കാനായിട്ട് പോവാം. നീലക്കാച്ചിൽ കുറച്ച് വിത്ത് അവിടെ ഇവിടെയൊക്കെ മുന്നേ നിന്നത് ചെറിയ കഷ്ണങ്ങൾ വീണ് മുളച്ചതൊക്കെ ആയിട്ടുള്ള കുറച്ച് നീലക്കാച്ചിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചേമ്പും വിത്ത് കുറച്ചുണ്ട്. ഇപ്പോൾ താഴെ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചേമ്പും വിത്തും കുറച്ച് കിട്ടി. പിന്നെ കൂവ ഉണ്ടോ, കൂവ ഇത് ഇവിടെയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കുറച്ച് കിട്ടിയതുണ്ട്. ഒരു പുഴുങ്ങാനുള്ളൊരു കൂവയുണ്ട്. ഇത് മാങ്ങാഞ്ചിയാണേ. നമുക്ക് അച്ചാറിനൊക്കെ ഇട്ടാൽ നല്ലതാണ്. മാങ്ങാഞ്ചി ചമ്മന്തി, മാങ്ങാഞ്ചി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും നമ്മൾ. കുറച്ച് താഴെ നട്ടേക്കുന്ന മാങ്ങാഞ്ചി. ഇത് കരിമഞ്ഞളാണ് കേട്ടോ. ഇത് കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള മഞ്ഞളാണെന്ന് പറഞ്ഞ് ആരോ കൊടുത്തത്. അതിൻ്റെ ഉള്ളിൽ കണ്ടോ, നല്ല നീല കളറായിരിക്കും ഉള്ളിൽ. ഏതാണ്ട് ഈ മഞ്ഞളിൻ്റെ ഒരു മണം തന്നെയാണ് കേട്ടോ ഇതിനും വരുന്നത്. നല്ല നീല കളറാണ്. ഇത് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. മുന്നേ ഉള്ളത്, ഇതൊക്കെ കഴിഞ്ഞ വർഷം ചീഞ്ഞു പോയത്. നല്ല രസമുണ്ട് കാണാൻ. ആ മഞ്ഞളും ഉണ്ടേ, അതൊക്കെ പറിച്ചെടുത്തു എല്ലാം. സ്പ്രിംഗ്ലർ ഇടാനായിട്ട് പോവുകയാണേ. നമ്മുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ താഴെ തന്നെയാണ്. നമുക്ക് പറമ്പിന് എല്ലാത്തിനും കൂടെ ഉള്ള താഴെയാണ്. കണ്ടത്തിലോട്ടുള്ള നനയ്ക്കാനും മുകളിലോട്ടുള്ള നനയ്ക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ താഴെ സ്പ്രിംഗ്ലർ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം വരും, മോട്ടർ ഇപ്പോൾ ഓൺ ചെയ്യും. നമ്മൾ വിത്തുകൾ ഇട്ടേക്കുന്നത് പല സ്ഥലങ്ങളിലായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വിത്ത് ഇടാനുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് നനച്ച് വിടാനായിട്ടാണ് കേട്ടോ. കുറച്ച് അധികം നേരം ഇതാകുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളം വരത്തില്ല. ഇച്ചിരി വെള്ളം വരത്തുള്ളേ. ഇപ്പോൾ വരും വെള്ളം. അപ്പോൾ ഇച്ചിരി വെള്ളം വരുന്നതുകൊണ്ട് തന്നെ കുറേ സമയം ഇട്ടാലേ നന്നായിട്ട് മണ്ണിലോട്ട് വെള്ളം ഇറങ്ങത്തുള്ളൂ. വിത്തിട്ടിട്ട് ഇങ്ങനെ ഈ ചെറിയ തുള്ളി കുത്തി വീഴുന്നതായതുകൊണ്ട് വേറെ കുഴപ്പമില്ല. സ്പ്രിംഗ്ലർ മൊത്തം ഇട്ടിട്ടുണ്ടേ. നമുക്കൊരു 1.5 മണിക്കൂർ
സാധാരണ ഞങ്ങൾ ഇടുമ്പോൾ 1.5 മണിക്കൂറൊക്കെയാണ് താഴെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 1 മണിക്കൂർ അപ്പോൾ ഇങ്ങനെ പയ്യെ തെറിച്ച് നന്നായിട്ട് മണ്ണിൽ വെള്ളം നിൽക്കും. പിന്നെ വിത്തിട്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് നനഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിർത്താം കേട്ടോ. കുറച്ച് മണ്ണിലോട്ട് വെള്ളം ഇറങ്ങിയെന്ന് തോന്നി കഴിയുമ്പോൾ നിർത്താവേ. മണ്ണ് ഒന്ന് മോൾഭാഗമൊക്കെ നനഞ്ഞു കേട്ടോ, അങ്ങനെ തെറിച്ച് വീഴുന്നതുകൊണ്ട്. പക്ഷെ ഉള്ളിലോട്ടൊന്നും ആയിട്ടുണ്ടാവില്ല, അങ്ങനെ തെറിച്ച് കുറേ കുഞ്ഞു തുള്ളിയായിട്ട് വീഴുന്നതുകൊണ്ട് കുറച്ച് അധികം സമയം എടുക്കും. പച്ചക്കറി നനയ്ക്കാൻ ഏറ്റവും നല്ല സ്പ്രിങ്ക്ലർ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അക്കരെ ആ സൈഡിൽ വാഴയ്ക്ക് വെച്ചിട്ടുണ്ട് വലിയ സ്പ്രിങ്ക്ലർ. അത് വാഴയുടെക്കാട്ടി ഹൈറ്റിൽ പോയിട്ട് ഇറങ്ങാനായിട്ട് വലിയ സ്പ്രിങ്ക്ലർ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞ് സ്പ്രിങ്ക്ലർ. ഇതുണ്ടോ വേറൊരു സൈസ് ആത്തയ്ക്ക. ഇത് നമ്മൾ വല്യമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ നല്ല മധുരമുള്ളൊരു ആത്തയ്ക്കയാണേ. നല്ല കളറും ഉണ്ട്, നല്ല റെഡ് കളറും ഉണ്ട്. അത് നിൽക്കുമ്പോൾ തന്നെ നല്ല കളറുണ്ടോ, കാരണം നമ്മൾ പഴുത്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും. മൂത്ത് വരുമ്പോഴാണ് ഈ നല്ല കളറാവുന്നത്. ആ സമയത്ത് കളർ വരുമ്പോൾ പറിച്ച് വെച്ചാൽ നല്ല മധുരമുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് 2 സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ തന്നെ 2-3 മരമുണ്ട് കേട്ടോ അവിടെ പെല്ലിയറിയിൽ. അതിലൊരു ചെറിയ കളർ വരുന്നുണ്ട്, പിന്നെ ഒരു പച്ച കളറുണ്ട്. ഈ ശരിക്കും പച്ച കളറാത്തേക്ക് മധുരം കുറവാണ്, വലിയ കാര്യമായിട്ടുള്ള മധുരമില്ല. പിന്നെ ഈ ചുവപ്പ് കൂടുന്നതിനനുസരിച്ചാണ് തോന്നുന്നത് മധുരം. ഇത് നല്ല മധുരമുണ്ട്, ഓരോ വെറൈറ്റി നല്ല മധുരമുണ്ട്, നന്നായിട്ട് പഴുത്തിട്ടുമുണ്ട്. നമ്മളെ ഈ അച്ചാറൊക്കെ ഇടാനായിട്ടുള്ള മുളക് പൊടി അല്ലെങ്കിൽ മുളക് നമ്മൾ തന്നെയാണ് കേട്ടോ പൊടിക്കുന്നത്. നമ്മളിപ്പം സാധാ പൊടിയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ വീട്ടിലോട്ട് പൊടിച്ച് വെച്ച പൊടിയായിരുന്നു ഇവിടെ ഇട്ടത്. 2 പ്രാവശ്യം അച്ചാറിട്ടു. അതിന് 2-നും നമ്മുടെ വീട്ടിലത്തെ പൊടി തന്നെ ഇട്ടിരുന്നത്. പൊടി കഴിഞ്ഞു. നമ്മൾ അങ്ങനെ ഒരുപാട് അച്ചാറിടാനുള്ള അങ്ങനെയൊന്നും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി കുറച്ചേ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അച്ചാറിടണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി പൊടിക്കണം. അപ്പം മുളക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് കാശ്മീരി ചില്ലിയും പിന്നെ നോർമൽ മുളകുമായിട്ട് വാങ്ങിയത്. കാശ്മീരി ചില്ലി അത്യാവശ്യം നല്ല റേറ്റ് കൂടുതലായിരുന്നു. ഞാൻ നല്ല മുളക് നോക്കിയിട്ട് എടുത്തു. പിന്നെ നോർമലായിട്ടുള്ള നമ്മൾ സാധാ പൊടിക്കുന്ന പോലത്തെ മുളകുമാണ് എടുത്തേക്കുന്നത്. അത് കഴുകി ഉണക്കി പൊടിക്കാൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ കഴുകണ മുളക് ഞാൻ കാണിച്ചു തരാവേ. ഈ മുളക് കഴുകിയിട്ട് 2 ദിവസം വെയിൽ കൊണ്ടു കേട്ടോ. അപ്പം 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ നല്ല കുറവായിരുന്നു. ഒരു ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരും, അങ്ങനെയൊക്കെ ആയിരുന്നേ. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് മഴ വന്നു. എവിടെ നിന്നാണ് മഴ വന്നതെന്ന് അറിയത്തില്ല, വേഗം ഒരു മഴ വന്നു. പിന്നെ നമ്മളത് ഡ്രയറിൽ കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ആ മുളക് ഇനി പൊടിക്കാൻ കൊണ്ടുപോകണം. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന കാശ്മീരി ചില്ലി മുളക്. ഇത് കൊണ്ടുവന്ന് കഴുകുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നേ. നമ്മൾ ചാക്കിൽ നിന്ന് അഴിച്ചെടുക്കുകയാണ്. വലിയൊരു ചാക്കിന് ഒരു ചാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ള് അഴിച്ചെടുത്തിട്ട് ഇനി കഴുകാൻ പോവുകയാണ് കേട്ടോ. ഇത് ആ സമയത്ത് കഴുകുന്ന സമയത്ത് ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. മുളക് കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇത് കഴുകുമ്പോഴേ അറിയത്തുള്ളൂ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്, എത്രത്തോളം അഴുക്കുണ്ടെന്നുള്ളത്. കഴുകി കഴിയുമ്പോഴത്തേക്ക് അടി ഫുള്ള് മണ്ണായിരിക്കും. നമ്മളിതിപ്പം ഒരു ചാക്ക് മുളകുണ്ട്, ഇത് കഴുകി വാരി വെയിലത്തൊക്കെ ഇട്ട് ഒരു ചാക്ക് എന്ന് പറഞ്ഞാൽ ഇത് കാശ്മീരി ചില്ലി മാത്രം. ഇതിന് ഒരുപാട് സമയം എടുക്കും കേട്ടോ. മുളക് നമുക്ക് ഇത് വാരി വെള്ളത്തിലിട്ടിട്ടുണ്ടേ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിരിഞ്ഞ് കഴുകിയെടുക്കണം. ഈ മുളകെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ മാർക്കറ്റിൽ തന്നെയാണ് നമ്മൾ പോയി എടുക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും അവിടെ ഇങ്ങനെ ഇരിക്കും ഫുള്ള് മണ്ണും പൊടിയും ചെളിയും ഫുള്ള് അങ്ങനെ നിരന്നിരിക്കുമായിരിക്കും കേട്ടോ. ഈ സാധനങ്ങൾ റോഡ് സൈഡിലൊക്കെ ആയിരിക്കും, ഒരേ മണ്ണായിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ. പക്ഷെ കളറുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ മനസ്സിലാവില്ല മല്ലി മുളകൊന്നും. ഒരുപാട് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ കഴുകി കോരുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ മുളകൊക്കെ ആണെങ്കിൽ നമ്മൾ തോട്ടിക്കൊണ്ടേ കഴുകി വാരിയൊക്കെ എടുക്കും. ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് നമുക്ക് കൊണ്ടുപോയി കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട്. നമുക്കിപ്പോൾ ഫുൾ ടൈം വെള്ളം വരുന്നുണ്ടല്ലോ, എത്ര വെള്ളത്തിൽ വേണേലും കഴുകാം. നമ്മൾ മോട്ടർ അടിക്കുകയൊന്നുമല്ല, അവിടെ മലയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുത്ത് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒറ്റ പ്രാവശ്യം നമ്മൾ ഒരുപാട് വെള്ളത്തിൽ ഇപ്പോൾ കുറച്ച് മുളക് കിട്ടുകയുള്ളൂ കേട്ടോ. അതിൽ തന്നെയുള്ള അഴുക്ക് കണ്ടോ, മണ്ണ് ദൂരം ഉണ്ടെന്നറിയാം, അടിയിൽ അടിഞ്ഞ് കിടപ്പുണ്ടേ. അപ്പോൾ നമ്മൾ മൊത്തം മുളക് കഴുകാതെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ മണ്ണ് തന്നെ ഒരുപാടുണ്ടാകും ഇതിൻ്റെ അകത്ത്. നന്നായിട്ട് കഴുകിയെടുക്കണം മുളക്. നമ്മൾ കാശ്മീരി ചില്ലി മൊത്തം കഴുകിയിട്ടേ ഇപ്പോൾ കഴുകുന്നത് സാധാ മുളകാണ്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതും ഇടുന്നുണ്ട്. നമ്മൾ ഈ സൈഡിലിട്ടേക്കുന്ന ഫുള്ള് സാധാ മുളകാണ്. അത് കഴുകി കഴിഞ്ഞിട്ടില്ല, എപ്പോഴും നമ്മൾ കഴുകുന്നുണ്ട്. ഈ സൈഡിൽ ഫുള്ള് കാശ്മീരി ചില്ലി, അത് കഴുകി ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇത്ര ആണുള്ളത്.
അത്യാവശ്യം ഉണ്ട് കേട്ടോ, വലിയ ഒരു നെറ്റിലായിട്ടേക്കുന്നത് ഉണങ്ങാനായിട്ട്. നമുക്കിത് 2 ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ ഉണങ്ങി കിട്ടുള്ളൂ, വെയിലൊക്കെ അനുസരിച്ച് ഉണങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് മഴക്കാറ് കയറുന്നുണ്ട് ചില ദിവസങ്ങളിൽ, ചില ദിവസം വലിയ കുഴപ്പമില്ല, മഴക്കാറ് കയറി പിന്നെ ഉണങ്ങാൻ താമസിക്കും. നമ്മൾ ബീൻസ് ഇടാനായിട്ട് ഏരിയ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഏരിയ എടുത്ത് മണ്ണൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു 3 ബീൻസോളം നടാൻ പറ്റുന്ന അത്ര ഒരു രീതിയിൽ ഇപ്പോൾ ഏരിയ എടുത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു 3-4-5 ഏരിയകൾ എടുത്തിട്ടുണ്ട്, 5-6 ഏരിയകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബീൻസേ വാങ്ങിയതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള ബീൻസ് നമുക്ക് ഈ ഏരിയയിൽ നട്ടു കൊടുക്കാം. ഇത്തിരി നേരം ഒന്ന് സ്പ്രിങ്ക്ലർ ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറിയ നനവുണ്ട് കേട്ടോ മണ്ണിന്. ചോളം ഇട്ടതാണെന്ന് കുറേ സ്ഥലത്തൊക്കെ ചോളം ഇട്ടതും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ബീൻസിലും നനവ്, ഇനിയിപ്പോൾ ബീൻസ് ഇടാൻ പറ്റുമോ, വൈകുന്നേരം ഇപ്പോൾ ഇടാൻ പറ്റുമോ, ഇനി എങ്ങനെ സമയം ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ സ്പ്രിങ്ക്ലർ ഇട്ടു, പിന്നെ ഓഫ് ചെയ്തു കേട്ടോ. വിത്തിടാനായിട്ട് വന്ന സമയത്ത് നല്ല കറുത്ത ബീൻസാണ്. അത് ഞാൻ എൻ്റെ പെയിൻറ്റ് നോക്കിയതാണോ എന്ന് അറിയത്തില്ല. ഒരു കുഴി എടുത്ത് ആദ്യം ഇടാം, എന്നിട്ട് നമുക്ക് പിന്നെ വിത്തിടാവേ. നനച്ചപ്പോൾ ഈ ഏരിയയും കൂടെ എടുത്ത് വെച്ചേക്കുന്ന മണ്ണായതുകൊണ്ടേ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടേ. അപ്പം നമ്മുടെ കുഞ്ഞിത്തുമ്പിയിൽ പിടിക്കുമോ മണ്ണ്. രണ്ട് ബീൻസ് വെച്ചിട്ട് ഇടുവാണേ. ബീൻസ് വള്ളി ബീൻസാണോ അതോ സാധാ ബീൻസാണോ എന്ന് ചോദിച്ചില്ല കേട്ടോ. ബീൻസിനൊക്കെ ഓരോ സമയവും ഇതൊക്കെയുണ്ട്. ഇത്ര ദിവസം കൊണ്ട് കായ്ക്കുന്നത്, ഇങ്ങനത്തെ പല ടൈപ്പ് ബീൻസുകളുണ്ട്. ചുമന്ന വരയുള്ളതുണ്ട്, വെള്ള കളറുള്ളതുണ്ട്. അത് പോയി വാങ്ങി, പക്ഷെ ആ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എല്ലാ കുഴിയിലും ഇട്ടിട്ടുണ്ടേ. മണ്ണൊന്ന് കൂട്ടി കൊടുക്കുക. നല്ല നനവാണ് മണ്ണുണ്ടോ. ഒരുപാട് കുഴിയാക്കിയിട്ട് അതിൽ വെള്ളം കെട്ടി കിടക്കുക. സ്പ്രിങ്ക്ലർ ഇടുന്ന സമയത്ത് വിത്ത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുഴിയില്ലാത്ത രീതിയിൽ മൂടി കൊടുത്തു. പച്ചക്കറി ഇടാനായിട്ട് ഇത്രയും റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇത് തന്നെ ഫുള്ള് ഇടുക. അപ്പുറ സൈഡിൽ അച്ഛ ഏലം വെക്കാനായിട്ട് അതിൻ്റെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏലം വെക്കാൻ ഈ സമയം പറ്റത്തില്ല കേട്ടോ, ഇപ്പോഴൊന്നും ഉണ്ടാവില്ല ഏലം വെക്കൽ. റെഡിയാക്കിയിട്ടുണ്ട്. അമ്മ ഇഞ്ചി വെക്കണം എന്ന് പറയുന്നുണ്ട് അവിടെ. പച്ച വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ കൃഷികൾ ചെയ്യണ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. സാധാരണ ഇപ്പോഴും ഇവിടെ നമ്മൾ പൊതുവെ ചെയ്യുന്ന കൃഷി, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കൃഷി വാഴ കൃഷിയാണ്. ഏത്തവാഴയുടെ കൃഷിയാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം അച്ഛൻ കുറച്ച് റോബസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം വാഴ വെക്കുന്നുണ്ടോ അതോ ഇനി എന്തെങ്കിലും മാറ്റി ചെയ്യുവാണോ എന്ന് അറിയത്തില്ല. ഒരുപാട് പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. നമ്മുടെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പ്ലാനിങ്ങുകളൊക്കെ മാറ്റി. കഴിഞ്ഞ ബീൻസ് വിത്ത് സന്ധ്യ മയങ്ങാൻ തുടങ്ങി. നല്ലൊരു ആകാശത്തൊരു കളറൊക്കെ മങ്ങി. ഇപ്പോൾ വെളിച്ചം വേഗം പോവിനി. പയ്യെ തണുപ്പ് തുടങ്ങും. ഒരു മകരമാസം വരും ഇനിയിപ്പോൾ പയ്യെ ഒരു ഇത് മാറി, തണുപ്പൊക്കെ മാറി, പിന്നെ പയ്യെ വെയിൽ തുടങ്ങും. അപ്പോൾ കുറച്ചുകൂടെ സമയം കുറച്ചുകൂടെ കിട്ടും കേട്ടോ പകൽ. ഇപ്പോൾ പൊതുവേ പകൽ കുറവാണ്. രാവിലെ ഒക്കെ ആണെങ്കിലും ഒന്ന് സൂര്യൻ ഉദിച്ച് വരാനും ഒക്കെ ഒരുപാട് താമസമാണ്. ഇതൊക്കെ ഇനി മാറ്റം വരും. വിത്തിട്ട് കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവുകയാണേ. ചെരുപ്പിൻ്റെ അടി മൊത്തം മണ്ണായി കുഴഞ്ഞിടുന്നിട്ടേ. പിന്നെ വീട്ടിലേക്ക് പോവാം. ഇനി കുളിക്കട്ടെ. വീട്ടിലേക്ക് കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പം ഇന്നേ ഒരു സൈക്കിൾ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റുന്ന, ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്ന പോലത്തെ ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ്. 2-3 ദിവസമായി വാങ്ങി വെച്ചിട്ട് ഋഷിക്കുട്ടിന് ഇപ്പോൾ പെരുന്നാളിന് വേണ്ടി 1ാം പിറന്നാളായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞിനെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിയതാണ്. 2 പേർക്കും ഓടിക്കാം. കുഞ്ഞിനും അങ്ങനത്തെ സൈക്കിൾ ഇഷ്ടം. പഞ്ചാബിൽ പോയപ്പോൾ ആമിയുടെ സൈക്കിൾ ഓടിക്കുന്നുണ്ടായിരുന്നു. അന്നൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇച്ചിരിയുടെ വലുത്, അത് ഓടിക്കാനായിട്ടില്ല. ഇച്ചിരിയുടെ വലുതായാലും അത് ഓടിക്കാൻ പറ്റുള്ളൂ. 2 പേർക്കൂടെ വേണ്ടിയിട്ട് ഒരു സൈക്കിൾ വാങ്ങി. പല സ്ഥലങ്ങളിൽ നോക്കിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ എപ്പോഴും റേറ്റ് കുറവ് കിട്ടുന്നത് കോയമ്പത്തൂർ പോകുമ്പോഴാണ്. പക്ഷേ അവിടത്തെക്കാട്ടിലും റേറ്റ് കുറവുണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് സൈക്കിൾ. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. 3-4 ദിവസമായിട്ട് വന്നിട്ട് പോലും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ ബർത്ത്ഡേയുടെ സമയത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചാൽ ഇവരെടുത്ത് ഓടിക്കും. അപ്പം ഇപ്പോൾ തന്നെ സമയം പോലെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചേ. ഋഷിക്കുഞ്ഞിനാണെങ്കിൽ ഇങ്ങനെ വണ്ടിയിലൊക്കെ എന്തെങ്കിലും ഇരുത്തി ഓടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടുന്നതും ഈ ഒരു സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ. വൈകുന്നേരം ഋഷിക്കുഞ്ഞ് സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങുന്നതാണേ. ഇന്ന് ഉറങ്ങിയിട്ടില്ല ആള്. ഇന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി പകല്. കളിക്കുമോ ഇപ്പോൾ? കുഞ്ഞേ എന്ത് ചെയ്യുവാ അവിടെ? എന്താണ് അത്? അച്ഛൻ്റെ പണി സാധനല്ലേ? പിന്നെ നോക്ക്, അമ്മേനെ നോക്ക്. എൻ്റെ അത് അതോ? തനു എന്ത് ചെയ്യുവാടാ? എന്ത് ചെയ്യുവാ? നമ്മൾ സൈക്കിൾ സെറ്റ് ചെയ്യാൻ പോവാണ്. സൈക്കിൾ ആർക്കാ വാങ്ങിയേ? ഋഷിക്കുട്ടനോ? എപ്പോ? പണ്ടില്ലേ അപ്പോഴാണ് ജനിച്ചത്. പക്ഷേ അക്രമം തുടങ്ങിയോ? എന്ത് അക്രമം തുടങ്ങി? അത് പിപി വണ്ടി തെറ്റി കളിച്ചല്ല. പിപി വണ്ടി ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറാട്ടോ വണ്ടി വാങ്ങിയേക്കുന്നത്. കളർ വാങ്ങിയത് ഒരുപാട് കളർ ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത ഒരു കളർ ഇതാണ് കേട്ടോ. ഈ സൈക്കിൾ നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ ഈ ബോക്സിലൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് കോയമ്പത്തൂരിൽ നിന്നാണേലും അവർ പറഞ്ഞാൽ സെറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ ബോക്സായിട്ട് ഫുള്ള് സാധനങ്ങൾ ബോക്സിലിട്ടാട്ടോ തരിക. കുറേ പീസുകളായിട്ട്. നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പീസുകളായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. അത് സെറ്റ് ചെയ്യാൻ അറിയാവുന്നതാണെങ്കിൽ ചെയ്യും. ഉണ്ണിയേട്ടൻ ഇപ്പോൾ സൈക്കിൾ വാങ്ങിയ സാധാരണ ഉണ്ണിയേട്ടൻ തന്നെ ചെയ്യാറ്. കുറേ പീസുകളാണേ. ഈ സൈക്കിൾ സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇതൊരു ലോക്കാണ്. നമ്മളിപ്പോൾ വേറെ ഇതൊന്നും ചെയ്യേണ്ട. ലോക്കുകൾ ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിൽ ആ പിക്ചറുണ്ട്. പിക്ചർ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതിയേ. ഇത് കണ്ട് ഇവിടെയൊക്കെ ഓരോ ലോക്കാണ്. അതങ്ങ് ഇറക്കി വെച്ച് അമർത്തിയും കൊടുത്താൽ മതി. മതിയോ? ഇല്ല. മതി. വീട് കൊണ്ടു വീഴേ. സൈക്കിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പുറകിൽ നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമേ. ഇതിൻ്റെ മുകളിലൊരു കുടയും കൂടെ ഇല്ല ഉണ്ണേട്ടാ? അപ്പോൾ ആ ഫോട്ടോയിൽ കുടയും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, കുട ഇല്ലാത്തതെന്ന് തോന്നുന്നു ഞാൻ എടുത്തത്. അത് ഉപകാരമൊന്നും ഇല്ലാത്തതുകൊണ്ടേ. എങ്ങനെയുണ്ട് തനോ? സ്കൂട്ടർ ഫ്രണ്ടിൽ കയറിക്കോ. എങ്ങനെയുണ്ട് വന്നാ? പറ്റുന്നുണ്ട്. കുഞ്ഞിനെ ഇരുത്തട്ടെ കേട്ടോ. ഇനി ഇതിനകത്താകുമ്പോഴേ നമുക്ക് ബെൽറ്റുണ്ട്. നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കുഞ്ഞ് തള്ളല്ലേടാ താനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വീഴാത്ത പോലെ ഇട്ടിട്ട് ഇരുത്താനായിട്ട് പറ്റുമേ. ബെൽറ്റും ഉണ്ട്.
അതേപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അത് ഇത്തിരി കൂടെ വലിയ കുട്ടികൾക്കൊക്കെ, എന്നാലും കുട്ടികൾ ഒരു സപ്പോർട്ടും കൂടെ കിട്ടും, പോകത്തില്ല. ഇവിടെ പിടിച്ച് വേണമെങ്കിൽ ഇരിക്കാം. പിടിക്കും വേണ്ട പൊന്നാ, അവിടെ പിടിച്ചോ, അവിടെ പിടിച്ചോ. ആ ആ ശശിക്കുട്ടാ, പയ്യെ പയ്യെ. ശശിക്കുട്ടാ, സൈക്കിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. തനു കുറേ നേരം ഓടിച്ചു കേട്ടോ. പിന്നെ കഴിക്കാൻ ചോറ് കഴിക്കാൻ കൊടുക്കട്ടെ. എല്ലാവരും ഇനി പച്ചയൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുക. ഇനിയിപ്പോൾ തനു ഈ സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഞ്ചാബിൽ പോയ സമയത്താണെങ്കിൽ ആമിസിൻ്റെ സൈക്കിളൊക്കെ എടുത്ത് ഓടിക്കുമായിരുന്നു. തനുവിൻ്റെ ഒരു പണ്ടത്തെ സൈക്കിൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് വേഗം കേടായിപ്പോയി. അതിൻ്റെ എന്താണെന്നറിയില്ല, ഇത് ഒടിഞ്ഞു പോയി. പിന്നെ അത് ഓടിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നേ. പിന്നെ ഞങ്ങൾ ആക്രിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഋഷിക്കൊണ്ട് തനുവിനും കൂടെ പറ്റുന്ന രീതിയിൽ അങ്ങനെ ആയിട്ട് ഇപ്പോൾ വാങ്ങിയേക്കുന്നത്. നാളെ രാവിലെ ഇരുന്നിട്ട് ഓടിക്കില്ലായിരിക്കും സൈക്കിളൊക്കെ. അപ്പം ഞങ്ങളിനി ഇനിയിപ്പോൾ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് ഈ ഓർഡറിൻ്റെ ആ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി കിടക്കാൻ പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.